ഉക്രൈൻ യുദ്ധത്തിന്റെ കാര്യങ്ങൾ ഇനി മോദി തീരുമാനിക്കുന്നിടത്ത് നിൽക്കും എന്ന് ഉറപ്പായതോടെ പുടിൻ മടങ്ങിയതോടെ സെലൻസ്കി ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ഉക്രൈൻ പ്രസിഡന്റുമാർ ഇതുവരെ 3 തവണ മാത്രമാണ് ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ളത്. എന്തായാലും ട്രംപിന്റെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണ് ഇന്ത്യയിലേക്ക് സെലൻസ്കി എത്തുന്നത്. ട്രംപിന്റെ സമാധാന പദ്ധതികളും യുദ്ധക്കളത്തിലെ സാഹചര്യങ്ങളും ഇതോടെ നിർണായകമാകും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആഗോള ശ്രദ്ധയാകർഷിക്കുന്ന മറ്റൊരു നിർണായക നീക്കത്തിനു കൂടി ഇന്ത്യ ഒരുങ്ങുന്നത്. റഷ്യയുമായുള്ള സൗഹൃദം നിലനിർത്തുന്നതിനോടൊപ്പം ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം. 2026 ജനുവരിയോടെ ഈ സന്ദർശനം സാധ്യമായേക്കുമെന്നാണ് സൂചന. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കാതെ ഇരു രാജ്യങ്ങളുമായി ഒരുപോലെ ബന്ധം നിലനിർത്താനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ നയത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രീയ വിദഗ്ധർ ഇതിനെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ പുടിനെ സന്ദർശിക്കുകയും തൊട്ടടുത്ത മാസം ഓഗസ്റ്റിൽ ഉക്രൈൻ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഇതേ മാതൃകയിലാണ് ഇപ്പോഴത്തെ നീക്കങ്ങളും പുരോഗമിക്കുന്നത്. പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് തൊട്ട് മുമ്പ് തന്നെ ഉക്രൈൻ ഉദ്യോഗസ്ഥരുമായി ന്യൂഡൽഹി ചർച്ചകൾ ആരംഭിച്ചിരുന്നതായി എന്നാണ് പുറത്തുവരുന്ന വിവരം. അഴിമതി ആരോപണത്തെ തുടർന്ന് ഉക്രൈനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലുണ്ടായിരിക്കുന്ന സമ്മർദ്ദങ്ങളും ഈ തീരുമാനത്തെ സ്വാധീനിച്ചേക്കും. എന്തായാലും റഷ്യയുമായുള്ള ഇന്ത്യയുടെ അടുപ്പം യൂറോപ്യൻ രാജ്യങ്ങളുടെ നിരീക്ഷണത്തിലാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ പ്രേരിപ്പിക്കണമെന്ന് പല യൂറോപ്യൻ നയതന്ത്രജ്ഞരും ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തങ്ങൾ സമാധാനത്തിന്റെ പക്ഷത്താണ് എന്ന് ഇന്ത്യ വ്യക്തമാക്കി. ബുദ്ധന്റെയും ഗാന്ധിയുടെയും നാട്ടിൽ നിന്നാണ് തങ്ങൾ വരുന്നത്. സമാധാനമാണ് തങ്ങളുടെ സന്ദേശം. ഉക്രൈൻ സന്ദർശന വേളയിൽ മോദി സെലൻസ്കിയോട് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇതേ നിലപാട് തന്നെയാണ് പുടിനുമായുള്ള കൂടിക്കാഴ്ചയിലും ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിയതും. യുദ്ധം തുടങ്ങിയ 2022 ഫെബ്രുവരി മുതൽ പുടിനുമായും സെലൻസ്കിയുമായും ഇന്ത്യ നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ട്. മോദിയും സെലൻസ്കിയും തമ്മിൽ 8 തവണയെങ്കിലും ഫോണിൽ സംസാരിക്കുകയും 4 തവണ നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. പുടിന്റെ സന്ദർശന വേളയിൽ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ യുദ്ധം എന്ന വാക്ക് ഒഴിവാക്കിയിരുന്നു എന്നതാണ്. പകരം ഉക്രൈൻ വിഷയം ഒരു പ്രതിസന്ധിയായാണ് ഇരു നേതാക്കളും വിശേഷിപ്പിച്ചത്. 2022 ഇത് യുദ്ധത്തിനുള്ള കാലഘട്ടമല്ല എന്ന് മോദി പുടിനോട് പറഞ്ഞിരുന്നുവെങ്കിലും ഇത്തവണ അത്തരം പരാമർശങ്ങൾ പരസ്യമായി ഉണ്ടായില്ല. ചർച്ചകളും നയതന്ത്രവുമാണ് ഏക പോംവഴിയെന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. സങ്കീർണമായ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലും റഷ്യയുമായും ഉക്രൈനുമായും ഒരേ സമയം ബന്ധം കാത്തുസൂക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നു എന്നത് രാജ്യത്തിന്റെ നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ശ്രമങ്ങളിൽ ഇന്ത്യക്ക് വ്യക്തമായ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന സന്ദേശമാണ് സെലൻസ്കിയുടെ സന്ദർശന നീക്കത്തിലൂടെ ഇന്ത്യ ലോകത്തിന് തന്നെ നൽകുന്നത്.